Flavors of AB Kitchen. അസ്സാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ് കേക്ക് തയ്യാറാക്കി നോക്കിയാലോ. ജാർ കേക്ക് പോലെ തന്നെ വെറും സിമ്പിളാണ് കേട്ടോ ഗ്ലാസ് കേക്കും. അത് തന്നെയാണ് ഗ്ലാസ്സിലും ജാറിലും വന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. എഗ്ലെസ് കേക്കാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്ത് വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ബട്ടർ മെൽറ്റ് ചെയ്തത് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. ചെറിയ ചൂടുള്ള വെള്ളമായാലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. അത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. 2-3 പ്രാവശ്യം അരിച്ചെടുത്ത മൈദയാണ്. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ മൈദ മാത്രം അരിച്ചെടുത്തത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, 1 നുള്ള് ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ വേണം. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ല തിക്കാണ്. അത് കാരണമാണ് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒരു പഴയ പാൻ എടുത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നൊരു കടായിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓയിലൊന്നും ഗ്രീസ് ചെയ്യുന്നില്ല, ബട്ടർ പേപ്പറും വെക്കുന്നില്ല. അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ബാറ്റർ ഉള്ളല്ലോ, അതുകൊണ്ട് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. നന്നായി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ എടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഈ ഗ്ലാസ് വെച്ചിട്ട് ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. അങ്ങനെ 3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ക്യൂബായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം. വേറൊരു ഗ്ലാസ്സിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 3 പീസ് ഞാൻ കട്ട് ചെയ്തെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടോ. അത്രയുള്ള ഗ്ലാസ് ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തിക്കുള്ള കേക്ക് ആയതുകൊണ്ട് 2 പീസ് മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് നന്നായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഈ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യാം. ഈ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്താലും മതി. ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് ആദ്യത്തെ പീസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു സ്പൂൺ വെച്ച് പതുക്കെ ഇറക്കി വെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു
ഐസിങ് ബാഗിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോസിലൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത പീസ് കേക്കും വെക്കാം. അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇതിൻ്റെ മുകളിലൊരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. നമുക്കിനി അടുത്ത ഗ്ലാസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഐസിങ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വെറും സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഗ്ലാസ്സിൽ. ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് ക്യൂബ്. ബാക്കി വരുന്നത് നമുക്കിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ബാക്കി ഒരു പീസ് ബാക്കി വന്നില്ല റൗണ്ടിൽ. ആ പീസ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുവാണ്. അതും അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. ഇനി ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് ബിലൂട്ട കേക്ക്? പറയ്. അടിപൊളി. ഉറക്കെ പറ. അടിപൊളി. നീ കുറച്ച്